എന്താ നോക്കണ്? ഒരു ഓട്ടം പോകാൻ പറ്റുമോ? കണ്ണാടിക്ക് ഇങ്ങനെ നോക്കിയതാണ്. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടി? കൊടിഞ്ചി മങ്കടക്കുറ്റി വരെ പോണം. വണ്ടി ഒന്ന് വേഗം വിട്ടുട്ടാ. മങ്കടക്കുറ്റിയാ? ഞാൻ അങ്ങോട്ടൊന്നും ഓട്ടം പോവില്ല. അങ്ങോട്ട് 30 റുപ്യന്റെ ഓട്ടം പോയിട്ടുണ്ടെങ്കിലേ 3000 റുപ്യന്റെ പണിയാണ് വണ്ടിക്ക് വരുന്നത്. ഒരു വണ്ടിക്കാരും കൊണ്ട് പോകാനില്ല. ചങ്ങായി, ഈ അടുത്ത കാലത്തൊന്നും ഈ വണ്ടി അങ്ങോട്ട് പോയിട്ടില്ലേ? ആ റോഡൊക്കെ ഉഷാറായിക്കണേ. ഞാൻ മെമ്പറെ കാണാൻ വേണ്ടി പോവാണ്. വണ്ടി അങ്ങോട്ട് വേഗം വിട്. കാര്യം പറയാ ഇല്ലാന്നുണ്ടാ ഞാൻ ബൈക്ക് ഇറക്കി വിടുട്ടാ. കയറിക്കോളി. ആ നിങ്ങൾ പറഞ്ഞാ അവിടെ തന്നെ ഉത്സാഹിക്കണല്ല. എന്നാ 30 റുപ്യ. ഈ 30 റുപ്യക്ക് വേണ്ടിട്ട് 3000 കൊണ്ടേക്കാണ്ട് വർഷാപ്പ് കൊണ്ടേ കൊടുക്കണ്ട. ഈ റോഡാണ് നന്നായിക്കണേ. ഞാൻ മെമ്പറെ കണ്ടുകാണ്ട് വരാം. എന്നാ പോയിക്കോ. മൂപ്പര് പറഞ്ഞത് ശരി തന്നെ കേട്ടാ. റോഡൊക്കെ നന്നായിക്കണേ. ഇനിയിപ്പോ ആരെ ട്രിപ്പ് വിളിച്ചാലും വരാലോ. നിങ്ങളെ കണ്ടില്ലേ? വളരെ നന്ദി. ഞാൻ ഇതിന്റെ മുന്നേ ഈ റോഡിലൊക്കെ പോകുമ്പോഴേ ഈ റോഡ് വളരെ മോശമായിരുന്നു. അപ്പൊ അത് ഈ 19ാം വാർഡിലെ നിങ്ങൾ മെമ്പറായി വിജയിച്ചപ്പോൾ ഈ റോഡ് ഭയങ്കര വികസനമായി. ഇപ്പൊ റോഡ് കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. പണ്ടൊക്കെ കുറച്ച് മുന്നൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷക്കാർ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരില്ല. ഇപ്പൊ ആര് വിളിച്ചാലും ഈ റോഡിന് വരുന്നുണ്ട്. നിങ്ങൾ മെമ്പറായപ്പോൾ ഈ വാർഡിൽ ഒരു വികസനം വന്ന്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞുതരും. ഞാൻ വിജയിച്ചതിന് ശേഷം അല്ല, ഫണ്ട് ഇതിന്റെ മുന്നത്തെ മെമ്പർ വെച്ച ഫണ്ടായിരുന്നു ഇത്. ഏകദേശം നമുക്കിവിടെ ജലജീവന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും ഒക്കെ പാടായിട്ട് ഏകദേശം ഒരു 12 ലക്ഷത്തോളം, 12 ഇല്ല, ഒരു 11 സംതിങ് മൊത്തം ടോട്ടൽ ഇതിനുള്ള ഫണ്ടായിരുന്നു. ജലജീവൻ പൈപ്പ് ലൈൻ കയറിയ ആ ഭാഗമായിട്ടാണ് ഇത് വർക്ക് നടക്കാതെ കിടുന്നത്. പിന്നെ വർക്ക് എടുക്കാൻ അന്ന് കോൺട്രാക്ടർമാരും ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഇവിടെ മൊത്തം ഈ റോഡ് ഏകദേശം ഒരു 500 മീറ്ററോളം മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡ് ഏകദേശം 500 മീറ്റർ. ഇപ്പോൾ ഒരു 190 മീറ്റർ 200 മീറ്ററോളം കോൺക്രീറ്റ്. ആദ്യം ഇത് ടാറിംഗ് ആയിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊലത്തിൽ നല്ല ഉഷാറായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വന്നതിന്റെ ശേഷം നമ്മൾ പരിശ്രമം, ഭരണസമിതിന്റെ ഒരു പരിശ്രമം കൂടി അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ റോഡ് കോൺക്രീറ്റ് ആക്കി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു MLA ഫണ്ട് ഉണ്ട് ഈ റോഡ് മേൽ. പിന്നെ പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ട്. ഏകദേശം ആ ഫണ്ടൊക്കെ വെച്ചാൽ നമ്മൾ ഈ റോഡിന്റെ ഈ 500 മീറ്റർ തീർക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ട് നമ്മളെ കയ്യിൽ. നിങ്ങളെപ്പോലത്തെ മെമ്പർമാരാണ് നമ്മുടെ വാർഡിനും ആവശ്യം, നാട്ടുകാർക്കും ആവശ്യം. ഇനി വല്ല വികസനം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? അതായത് വികസനം എന്ന് പറയണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണ മാതിരി നമ്മൾ ഈ 5 വർഷം ഇൻഷാ അല്ലാ നമ്മളെ വാർഡിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന റോഡുകളും നമ്മൾ ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുള്ളിക്കുന്ന് റോഡ്, മങ്കടക്കുറ്റി ഭാഗത്ത് റോഡ് വളരെ മോശം. അതിനുള്ള ഫണ്ടിന് വേണ്ട പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്തോട് ഞാൻ അതിന് വേണ്ട എല്ലാം കൊടുത്തിരിക്കുന്നു. ഇനി പഞ്ചായത്തിലെ മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ടാവും. മെയിൻ്റനൻസ് ഫണ്ട് ഉണ്ടെങ്കിൽ 100% ആ റോഡാണ് നമുക്ക് നേരത്തെ ചെയ്യാനുള്ളത്. ഈ വർക്ക് ഇതിമേ ഫണ്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഈ റോഡ് ഈ പനക്കത്തായ മങ്കടക്കുറ്റി റോഡ് നമ്മൾ ഫണ്ട് വെച്ച് കഴിഞ്ഞു. അത് ഏകദേശം നമ്മൾ ഡിസംബർ ആകുമ്പോൾ ഫസ്റ്റ് ഘട്ടം ചെയ്യും. ഡിസംബർ കഴിഞ്ഞ ദിവസം അടുത്തത് ആ ഘട്ടം ചെയ്യും. ഇനി അതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ ചുള്ളിക്കുന്ന് റോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് വാർഡിൽ ഈ 5 വർഷം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം റോഡുകൾ ഇനി അടുത്ത മെമ്പർക്ക് വരുമ്പോൾ ചെയ്യാൻ ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ട്. താങ്ക് യു. നിങ്ങൾ കണ്ടിനും സംസാരിച്ചതിനും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും മറക്കണ്ട, കാണുക.